പടമല്ല ഞാൻ എൻ്റെ ഭഗവാൻ എന്താണ് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരുന്നു, എസ്തറ്റിക്കലി നല്ല ഭംഗിയായിരുന്നു. ഭയങ്കര ഡിഫറെൻറ്റ് പടം. ഇല്ല, ഞാനൊന്നും സ്പോയിൽ ചെയ്യണ്ടെന്ന് വിചാരിച്ച് ഞാൻ നേരെ പടം കാണാൻ തന്നെ വന്നത്. ആൾക്കാർ വന്ന് പറയട്ടെ എങ്ങനെ ഉണ്ടായിരുന്നു. പക്ഷേ ഫീലൊക്കെ എനിക്ക് ഭയങ്കരമായിട്ട് ആ ഒരു എന്താ ആ ഫ്രെയിംസിലൊക്കെ എനിക്ക് ഭയങ്കരമായിട്ട് ഞാൻ ഇഷ്ടപ്പെട്ടു. സോ ഇനിയും ബാക്കി എല്ലാവരും കണ്ട് എൻജോയ് ചെയ്യൂ. ലാലേട്ടൻ്റെ കാര്യം പിന്നെ പറയണ്ടല്ലോ. സോ ഇനി ബാക്കി ജനങ്ങളൊക്കെ വന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യണം ഫിലിം എന്ന് പറയും. ഡെഫിനറ്റ്ലി എല്ലാവരും വെയിറ്റിംഗ് അല്ലേ, ലാലേട്ടൻ്റെ ഏത് പടമാണെങ്കിലും വെയിറ്റിംഗ് അല്ലേ. അപ്പോൾ ശരി, താങ്ക് യു. പടം വന്ന ഒരു ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് ഫിലിം. എന്താണ്, നല്ല വിഷ്വൽസൊക്കെ വളരെ ബ്യൂട്ടിഫുൾ ആയിരുന്നു. ആൻഡ് സംതിങ് നമ്മൾ ലിജോ ഓരോ പടങ്ങളും ഓരോ വ്യത്യസ്തമായിട്ടല്ലേ എടുത്തിരിക്കുന്നത്. ഒരു എൻറ്റയർലി ഡിഫറെൻ്റ് ഒരു എക്സ്പീരിയൻസ്. ലിജോൻ്റെ എല്ലാം കണ്ടിട്ടുണ്ട്. സോ അതാ ഞാൻ പറഞ്ഞ ഓരോ പ്രാവശ്യം ഓരോ വ്യത്യസ്തമായിട്ട്. സോ സംതിങ് എൻറ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ഫിലിം. കുഴപ്പമില്ല, നല്ല പടം. ചുമ്മാ മറ്റവരൊക്കെ പോയി കാണും കേട്ടോ. റിവ്യൂ പറയാവോ? വേണ്ടേ? പടമല്ല ഞാൻ എൻ്റെ ഭഗവാൻ എന്താണ്. ഇല്ല, എനിക്ക് ആക്ച്വലി ഞാനൊരു എന്താ പറയുക LJP ലാലേട്ടൻ്റെ പടം കാണേണ്ട ഒരു മൂഡിലാണ് വന്നത്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. എനിക്കൊരു എന്താ പറയുക ഒരു സ്പെക്ടാക്കുലർ വിഷ്വൽ ട്രീറ്റായിട്ട് ഫീൽ ചെയ്തു. ഒരു മൂഡുണ്ടായിരുന്നു. അപ്പോൾ ആ മൂഡിൽ നമ്മൾ എന്താ പറയുക ഒരു ആ സിനിമ കാണാനുള്ളൊരു മൂഡിൽ വന്നാൽ നിങ്ങൾക്ക് എൻജോയ് ചെയ്യാൻ പറ്റും. നിങ്ങളൊരു എന്താ പറയുക നിങ്ങളുടെ ഉള്ളിലുള്ളൊരു സിനിമ നിങ്ങളായിട്ട് ക്രിയേറ്റ് ചെയ്ത് വരാതെ എന്താ പറയുക ലൈക്ക് ഈ ഒരു മൂഡിൽ വന്നാൽ നിങ്ങൾക്ക് ഈ സിനിമ നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റും. എനിക്ക് നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റി. ലൈക്ക് സിനിമാറ്റോഗ്രാഫി ആണെങ്കിലും ക്യാരക്ടേഴ്സിനെ ചൂസ് ചെയ്താണെങ്കിലും ലൈക്ക് പ്രത്യേകിച്ച് ക്ലൈമാക്സ് പോർഷൻസ് ആക്ഷൻസിൻ്റെ അത് എനിക്ക് ഭയങ്കര എക്സ്പീരിയൻസ്, നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. ഐ മീൻ ക്ലൈമാക്സിൽ കുറച്ച് നല്ല ചെറിയ ട്വിസ്റ്റ് ആൻഡ് ടേൺസ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. ലാലേട്ടൻ്റെ എല്ലാ കൈൻഡ് ഓഫ് രൂപത്തിൽ കാണാൻ നമുക്ക് ഇഷ്ടമാണല്ലോ. മോർ ദാൻ ഹാപ്പി ടു സീ ഇറ്റ്. ഓക്കെ, അപ്പോൾ തിയേറ്ററിൽ പോയി കാണാം.